നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. 16ാം നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് രാവിലെ 7 മണിക്ക് തന്നെ ആരംഭിച്ചിരുന്നു. വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. 140 അംഗ നിയമസഭയിലേക്ക് 883 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. പോളിംഗ് തുടങ്ങിയ ആദ്യ സമയങ്ങളിൽ തന്നെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് മലയാളത്തിന്റെ പ്രിയ താരങ്ങളും പതിവ് തെറ്റിക്കാതെ വോട്ടെടുപ്പിന് എത്തുകയാണ്. മോഹൻലാലും പൃഥ്വിരാജും അടക്കം നിരവധി താരങ്ങളാണ് അതിരാവിലെ തന്നെ വോട്ട് ചെയ്യാൻ എത്തിയത്. നേമം മണ്ഡലത്തിലെ മുടവൻമുകൾ സ്കൂൾ ബൂത്ത് 36-ലെത്തിയാണ് മോഹൻലാൽ വോട്ട് രേഖപ്പെടുത്തിയത്. ദിസ് ഈസ് മൈ മെസ്സേജ് എന്നായിരുന്നു മഷി പുരട്ടിയ ചൂണ്ടുവിരൽ ഉയർത്തിക്കാട്ടിയുള്ള നടന്റെ പ്രതികരണം. ഞാൻ എന്റെ കടമ ചെയ്തു, ഇനി നിങ്ങളുടെ ഊഴം. കേരളമേ വോട്ട് ചെയ്യാൻ പോകുക. സമ്മതിദാനാവകാശം വിനിയോഗിച്ച ശേഷം മോഹൻലാൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു. വോട്ട് ചെയ്തതിന്റെ ചിത്രം മോഹൻലാൽ തന്റെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ മോഹൻലാൽ പോളിംഗ് ബൂത്തിൽ എത്തിയിരുന്നു. ക്യൂ നിന്ന് തന്നെയാണ് നടൻ വോട്ട് രേഖപ്പെടുത്തിയത്. എറണാകുളം പൊന്നുരുന്നി ക്രൈസ്റ്റ് കിങ് കോൺവെൻഷൻ സ്കൂളിലെ ബൂത്തിലാണ് മമ്മൂട്ടി തന്റെ വോട്ട് രേഖപ്പെടുത്തിയത്. നിമിഷം നേരം കൊണ്ടായിരുന്നു മോഹൻലാലിന്റെ വീഡിയോ വൈറലായി മാറിയത്. സീനിയർ സിറ്റിസൺ അല്ലേ, പിന്നെന്തിനാണ് അദ്ദേഹത്തെ ക്യൂവിൽ നിർത്തിയത്? അദ്ദേഹത്തെ ഒന്നും ക്യൂ നിർത്തേണ്ട കാര്യമില്ല. ഇങ്ങനെയായിരുന്നു വീഡിയോയുടെ താഴെ വന്ന ചില പ്രതികരണങ്ങൾ. വയ്യാത്തവർക്കൊഴികെ മുൻഗണനയില്ലാത്തൊരു ക്യൂ വോട്ടിന്റെയാണ്. എല്ലാവരും സമന്മാരാണ്. ഈ കാര്യത്തിൽ ക്യൂ നിന്നേ പറ്റൂ. അവിടെ ക്രൗഡാവും. അവിടെ ക്രൗഡാവും. ഫോട്ടോഗ്രാഫേഴ്സും ഫാൻസും ഒക്കെയായി തിരക്കാവും. സെലിബ്രിറ്റികളെ ക്യൂവിൽ നിർത്താതെ ഇരിക്കുന്നതാണ് നല്ലതെന്നായിരുന്നു ഒരാളുടെ മറുപടി. സെലിബ്രിറ്റികളെ കാണുമ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു തിരക്ക് വരും. അതൊഴിവാക്കാവുന്നതേ ഉള്ളൂ. എത്ര വലിയ ആളാണെങ്കിലും വോട്ട് ചെയ്യാൻ വന്നാൽ എല്ലാവരും ഒരുപോലെയാണ്. ക്യൂ നിന്നേ മതിയാവൂ. ജനാധിപത്യ മര്യാദ പാലിക്കാൻ അദ്ദേഹവും ബാധ്യസ്ഥനാണ്. സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞ് ആരും ക്യൂ നിൽക്കുന്നില്ലേ? അദ്ദേഹത്തിന് യാതൊരുവിധ കുഴപ്പവുമില്ലല്ലോ. പിന്നെ നിങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ ചർച്ചയാക്കുന്നത് എന്ന് ചോദിച്ചവരും ഉണ്ടായിരുന്നു. എന്റെ വോട്ട് ഞാൻ ചെയ്തു, ഇനി നിങ്ങളുടെ ഊഴമാണെന്നായിരുന്നു മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. പറഞ്ഞത് വോട്ടിനെ കുറിച്ചാണെങ്കിലും ചർച്ചയായത് അദ്ദേഹത്തിന്റെ ലുക്കും വാച്ചും ഒക്കെ തന്നെയായിരുന്നു. ലാലേട്ടൻ പിണറായി വിജയനെ ഇന്റർവ്യൂ ചെയ്യും, സതീശന്റെ കൂടെ നടക്കുകയും ചെയ്യും. പക്ഷേ ആൾക്ക് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുണ്ട്. പൊതുവെ വോട്ട് ചെയ്യാറില്ലല്ലോ, ഇത്തവണ എത്തിയല്ലേ, അഭിനന്ദനങ്ങൾ. ആ വിരലിൽ പുരണ്ടിരിക്കുന്നത് യഥാർത്ഥ മഷിയാണെന്ന് വിശ്വസിച്ചോട്ടെ തുടങ്ങിയ കമന്റുകളും അദ്ദേഹത്തിന്റെ പോസ്റ്റിന് താഴെയുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകരെ എല്ലാമായി അടുപ്പമുണ്ട് അദ്ദേഹത്തിന്. സ്വന്തം നിലപാട് അദ്ദേഹം പറയാതെ തന്നെ മനസ്സിലാക്കിയതാണ് മറ്റുള്ളവർ. അതേക്കുറിച്ചുള്ള ചർച്ചകളും പോസ്റ്റിന് താഴെയുണ്ട്. അതേസമയം വിദേശത്ത് പോകുന്നതിന് മുൻപ് സമ്മതിദാനാവകാശം വിനിയോഗിക്കാനെത്തിയ മോഹൻലാലിനെ പ്രശംസിച്ച് നേമം സ്ഥാനാർത്ഥി KS ശബരിനാഥൻ രംഗത്തെത്തിയിരുന്നു. ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ഇതാണ്. വോട്ട് ചെയ്യുവാൻ വേണ്ടി മാത്രം അമേരിക്കയിലേക്ക് പോകുന്നതിന് മുൻപ് കൊച്ചിയിൽ നിന്നും മുടവൻമുകൾ സ്കൂളിലെത്തിയ ലാലേട്ടൻ, കൂടാതെ സ്ഥാനാർത്ഥികളായി ഞാനും ശിവൻകുട്ടിയും എന്നാണ് ശബരിനാഥൻ കുറിച്ചത്. മോഹൻലാലിനെ കൂടാതെ മറ്റ് പല സെലിബ്രിറ്റികളും പ്രമുഖരും വോട്ട് ചെയ്യാൻ എത്തിയിരുന്നു. ഗുരുവായൂരിൽ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 137ാമത്തെ നമ്പർ ബൂത്തിലെത്തി സുരേഷ് ഗോപി വോട്ട് ചെയ്തിരുന്നു. ഗുരുവായൂരിൽ വോട്ട് ചെയ്യാൻ സാധിച്ചുവെന്നും ഗുരുവായൂരപ്പന് നന്ദിയുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കേരളത്തിൽ സർപ്രൈസ് ഉണ്ടാകുമെന്നും BJP നിർണായക ഘടകമാകുമെന്നും അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പാലക്കാട്ടെ വോട്ടിന് നോട്ട് വിവാദത്തിലും അദ്ദേഹം പ്രതികരിച്ചു. ചില ആൾക്കാരെ ലിസ്റ്റിട്ട് വെച്ചിട്ടുണ്ട്. അവരെ ഹത്യ ചെയ്തില്ലാതാക്കാൻ ശ്രമിക്കും. അവരെ മുന്നോട്ട് വിട്ടാൽ ആ പാർട്ടിക്ക് ഗുണം ഉണ്ടാകുമെന്ന് എതിരാളികൾക്കറിയാം. എന്നെ എന്തെല്ലാം പറയുകയും ചെയ്യുകയും ചെയ്തു. ജയിച്ചു കയറിപ്പോയാൽ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയെടുക്കാനും നോക്കും. ജയിച്ചിട്ടും എനിക്കെതിരെ ഇപ്പോഴും കോടതിയിൽ പോകുന്നു. ശോഭ ജയിച്ചു വന്നാൽ MLA ആയി ഇരിക്കാൻ സമ്മതിക്കരുത്. ശോഭ ജയിച്ചു വന്നാൽ കോടതിയിൽ പോകാനുള്ള ഒരു തുണ്ടാണ് ഇപ്പോൾ അരങ്ങേറിയത്. ഈ വിവാദങ്ങളൊന്നും ഏൽക്കില്ല. BJP ഇത്തവണ നിർണായക ശക്തിയായി മാറുമെന്നും വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. അതേസമയം കളമശ്ശേരി അംബേദ്കർ തൊഴിൽ പരിശീലന കേന്ദ്രം ബൂത്ത് നമ്പർ 190-ൽ സിനിമാ താരം അജു വർഗീസ് വോട്ട് ചെയ്തിരുന്നു. തേവര സർക്കാർ ഫിഷറി സ്കൂളിൽ നടൻ പൃഥ്വിരാജും ഭാര്യ സുപ്രിയയും വോട്ട് ചെയ്യാൻ എത്തിയിരുന്നു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അനുകൂല തരംഗമാണ് വീശിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പാലക്കാട്ട് മണ്ഡലം സ്ഥാനാർത്ഥിയും നടനുമായ രമേശ് പിഷാരടി പറഞ്ഞത്. തൃപ്പൂണിത്തുറയിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വോട്ടിന് കാശെന്നത് കേരളത്തിൽ കാണാത്ത കാഴ്ചയാണെന്നും ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണെന്നും രമേശ് പിഷാരടി പ്രതികരിച്ചു. മണ്ഡലത്തിൽ വോട്ടിനായി പണവും സാരിയും വിതരണം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇതിനെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
ദൃശ്യങ്ങൾ പുറത്തുവന്നത് ഇപ്പോൾ മാത്രമാണ്. നിഴലെന്ന് പറയുന്നതിനോട് ഒന്നും പറയാൻ ഇല്ല എന്നും ജനങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ കാര്യം മനസ്സിലാകുമെന്നും രമേശ് പിഷാരടി വ്യക്തമാക്കി. താൻ ദുർബലനും അരാഷ്ട്രീയവാദിയും എന്ന് പറയുന്നു. ദുർബലനാണെങ്കിൽ എന്തിനാണ് ഇത്രയും അധിക്ഷേപമെന്നും രമേശ് പിഷാരടി ചോദിച്ചു. തനിക്കെതിരെ കഥയുണ്ടെന്നും 10-ന് ശേഷം പുറത്തുവിടുമെന്നും പറയുന്ന ശോഭയുടെ പ്രസ്താവനയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് അല്ലേ പറയേണ്ടതെന്നും പിഷാരടി ചോദിച്ചു. വലത്തോട്ട് മുണ്ടുടുത്ത തന്റെ ഫോട്ടോ മനഃപൂർവ്വം ഫ്ലിപ്പ് ചെയ്ത് ഇടത്തോട്ടാക്കി മാറ്റി പ്രചരിപ്പിച്ച കാഴ്ചവരെ പാലക്കാട്ട് നടന്നു. തന്റെ വീഡിയോകൾ എഡിറ്റ് ചെയ്ത് തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്നതുൾപ്പെടെ എതിരാളികൾ തനിക്കെതിരെ വ്യാപക അപവാദ പ്രചാരണങ്ങളും വ്യക്തിഹത്യയും നടത്തിയതായി പിഷാരടി ആരോപിച്ചു. ചാനലുകളുടെ ലോഗോ ദുരുപയോഗം ചെയ്ത് വ്യാജ വാർത്തകൾ നിർമ്മിച്ചു. ഇന്ന് രാവിലെ ലഭിച്ച വിവരമനുസരിച്ച് മണ്ഡലത്തിലെമ്പാടും എന്റെ ഫ്ലക്സ് ബോർഡുകൾ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നും രമേശ് പിഷാരടി ശക്തമായി പ്രതികരിച്ചിരുന്നു. അതേസമയം സഹോദരൻ അസ്കർ അലിക്ക് ഒപ്പമാണ് ആസിഫ് അലി വോട്ട് ചെയ്യാനെത്തിയത്. എല്ലാവർക്കും അഭിപ്രായം പറയാൻ സാധിക്കുന്ന ഭരണകൂടം ഉണ്ടാകണമെന്ന് നടൻ ആസിഫ് അലി പറഞ്ഞു. ഒപ്പം തൊടുപുഴ കുമ്പംകല്ല് BTM LP സ്കൂളിലെത്തിയാണ് ആസിഫ് അലി വോട്ട് രേഖപ്പെടുത്തിയത്. തൊടുപുഴയിലെ തലമുറ മാറ്റം മാതൃകാപരമാണെന്നും താൻ LDF സ്ഥാനാർത്ഥിയാകുമെന്ന് വാർത്തകൾ ഉണ്ടായിരുന്നുവെന്നും ഇക്കാര്യം PJ ജോസഫ് തന്നെ വീട്ടുകാരെ വിളിച്ച് അന്വേഷിച്ചിരുന്നുവെന്നും ആസിഫ് അലി പറഞ്ഞു. ഭാര്യയ്ക്കും മാതാപിതാക്കൾക്കുമൊപ്പം എത്തിയാണ് നടൻ ടൊവിനോ തോമസ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇത് നമ്മളുടെ അവകാശവും കടമയുമാണെന്ന് വോട്ട് ചെയ്ത ശേഷം ടൊവിനോ തോമസ് പ്രതികരിച്ചിരുന്നു. സിനിമാക്കാരുടെ രാഷ്ട്രീയ പ്രവേശനത്തിലും ടൊവിനോ മറുപടി നൽകി. കഴിവും പ്രാപ്തിയുമുള്ളവർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് അഭിനന്ദനാർഹമാണ്. രാഷ്ട്രീയത്തിൽ ശോഭിക്കുന്നത് പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാകും. താൻ രാഷ്ട്രീയത്തിലേക്ക് ഇപ്പോൾ ഇല്ല, ഇറങ്ങിയേ പറ്റൂ എന്ന തരത്തിൽ മാറ്റങ്ങൾ വന്നാൽ ഇറങ്ങും. ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും കേരളത്തിന് വേണ്ടി നല്ലത് ചെയ്യാൻ കഴിയണമെന്നും ടൊവിനോ തോമസ് പറഞ്ഞു. നടി നവ്യ നായരും വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു. തിരുവനന്തപുരം നേമം മണ്ഡലത്തിലെ 100-ാം നമ്പർ ബൂത്തിലാണ് ജഗദീഷ് വോട്ട് ചെയ്യാനെത്തിയത്. ഭാര്യ ആനിക്കും മക്കൾക്കുമൊപ്പം എത്തിയാണ് ഷാജി കൈലാസ് തന്റെ വോട്ട് രേഖപ്പെടുത്തിയത്. വോട്ടർമാർ ബോധവാന്മാരാണെന്നും എല്ലാവരും ശരിയായ തീരുമാനമെടുക്കുമെന്നും അഹാന കൃഷ്ണ പറഞ്ഞിരുന്നു. ഗവൺമെന്റ് LPS കാഞ്ഞിരംപാറയിൽ സഹോദരി ഇഷാനിക്കും അച്ഛൻ കൃഷ്ണകുമാറിനും ഒപ്പമെത്തിയാണ് അഹാന വോട്ട് രേഖപ്പെടുത്തിയത്. വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം നടി ശിവതയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു. അമ്മയ്ക്കും ചേട്ടനുമൊപ്പമാണ് നടൻ സുരാജ് വെഞ്ഞാറമ്മൂട് വോട്ട് രേഖപ്പെടുത്തിയത്. ആലപ്പുഴ മണ്ഡലത്തിലെ 219-ാം നമ്പർ ബൂത്തിലാണ് കുഞ്ചാക്കോ ബോബൻ വോട്ട് ചെയ്തത്. വോട്ടവകാശം ഉത്തരവാദിത്വത്തോടുകൂടി നിർവഹിക്കേണ്ടതെന്നും ജയിക്കുന്നവർക്ക് നാടിന് നല്ല രീതിയിൽ സേവിക്കാൻ കഴിയണമെന്നും നടൻ കുഞ്ചാക്കോ ബോബൻ പറഞ്ഞു. കേരളത്തിൽ നല്ല ഭരണം ഉണ്ടാവണം. തുടർ ഭരണമാണെങ്കിലും തുടരാത്ത ഭരണമാണെങ്കിലും നല്ല ഭരണം ഉണ്ടാവണം. സിനിമാ മേഖലയിൽ നിന്ന് ഒരുപാട് പേർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. രമേശ് പിഷാരടിക്ക് വ്യക്തിപരമായി വിജയാശംസകൾ നേരുന്നു. നല്ല വ്യക്തിത്വങ്ങൾ ജയിച്ചു വരട്ടെ എന്നും കുഞ്ചാക്കോ ബോബൻ പറഞ്ഞു. സംവിധായകൻ വിനയനും തന്റെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയിരുന്നു. ഞാൻ എന്റെ ഉത്തരവാദിത്വം നിറവേറ്റി. നിങ്ങളും തീർച്ചയായും വോട്ട് ചെയ്യണം. എങ്കിലേ ജനാധിപത്യം വിജയിക്കൂ. യാതൊരു സമ്മർദ്ദവുമില്ലാതെ ഒരു പൗരന് കിട്ടുന്ന ഈ സ്വാതന്ത്ര്യം എന്നാണ് വിനയൻ സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചത്. ഭാര്യയ്ക്കൊപ്പം എത്തിയാണ് ഹരിശ്രീ അശോകൻ വോട്ട് രേഖപ്പെടുത്തിയത്. ആര് ജയിച്ചാലും നന്നായി ഭരിച്ചാൽ മതിയെന്നായിരുന്നു വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം ഹരിശ്രീ അശോകൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഭരണ തുടർച്ച ഉണ്ടാകുമെന്നും സമാധാനം ആഗ്രഹിക്കുന്നവർ LDFന് വോട്ട് ചെയ്യുമെന്നും M മുകേഷ് പറഞ്ഞു. സമാധാനത്തോടെ ജീവിക്കണോ വേണ്ടേ എന്ന് തീരുമാനിച്ചാൽ മാത്രം മതി. പുതിയ ആൾക്കാർ വരണം. വിജയസാധ്യത കണക്കിലെടുത്താണ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത്. താൻ സിനിമയിൽ സജീവമായി കഴിഞ്ഞു. രാഷ്ട്രീയം സേവനവും സിനിമ ഉപജീവനവുമാണ്. ആ സേവനം തുടരും. പൊതുപരിപാടികളിൽ സജീവമല്ലെന്ന ആക്ഷേപത്തിനും മുകേഷ് മറുപടി നൽകി. പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്, തിരക്കുണ്ട് എന്നത് സത്യമാണ്. പിന്നെ പൊതുപരിപാടികളിൽ പുതിയ ആൾക്കാരും വരട്ടെ എന്നും മുകേഷ് പറഞ്ഞു. അതേസമയം ലൈംഗിക അതിക്രമ കേസിൽ റിമാൻഡിലായ സംവിധായകൻ രഞ്ജിത്തിന് വോട്ട് ചെയ്യാൻ ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്ന ആവശ്യം കോടതി നിരസിച്ചു. ജയിലിൽ കഴിയുന്നവർക്ക് വോട്ട് ചെയ്യാൻ അനുവാദം നൽകേണ്ടതില്ല എന്ന് എറണാകുളം മജിസ്ട്രേറ്റ് കോടതി ചൂണ്ടിക്കാട്ടി. രഞ്ജിത്തിനെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ വീണ്ടും നൽകിയ അപേക്ഷ കോടതി അടുത്ത ദിവസം പരിഗണിക്കും. പുതിയ ഡിജിറ്റൽ തെളിവുകൾ അടക്കം കിട്ടിയ സാഹചര്യത്തിൽ വീണ്ടും ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നു. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now.